എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ജിംബൈ ആള് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വലിയ ചുഴി കൊണ്ട് നമ്മുടെ ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. അവരാണെങ്കിൽ കപ്പൽ ഇപ്പോൾ ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. ഒരു സേഫ് ഡിസ്റ്റൻസിൽ കപ്പൽ അങ്ങനെ മുൻപോട്ടേക്ക് പതിയെ പതിയെ നീങ്ങും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ ജിംബയെ കുറിച്ചും സൺ പൈററ്റ്സുകളെ കുറിച്ചുള്ള വ്യാകുലതയാണ്. നമ്മുടെ ആൾക്കാരെ സേവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ് അവരിപ്പോൾ ബിഗ് മോമിൻ്റെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവർ സേഫായി തിരികെ വരണം എന്നൊരാഗ്രഹവും പ്രാർത്ഥനയുമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ. നമ്മുടെ ആൾക്കാർക്കും അവരോട് ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജിംബയെ അതിന് അനുവദിക്കാതെ അവർ പറഞ്ഞയച്ചു. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ക്യാരറ്റിനെ കാണിക്കും. ക്യാരറ്റ് ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ അടുത്തേക്ക് വന്ന് പെട്രോ അവൻ കൊല്ലപ്പെട്ട കാര്യം പറയുകയാണ്. സാഞ്ചി ആ ന്യൂസ് കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അതിനുശേഷം ആദ്യമായിട്ട് പെട്രോയെ കണ്ട ആ ഒരു മൊമെന്റ് ആലോചിക്കുകയാണ്. ആ പോയിസൺ ഗ്യാസിൽ പെട്ട് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടപ്പോഴും വലഞ്ഞപ്പോഴും പെട്രോ മാത്രമാണ് അതിൽ പിടിച്ചു നിന്നത്. മറ്റുള്ളവരെ സേവ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും അവനെടുത്ത ഒരു ഇനിഷ്യേറ്റീവ് അത് ശരിക്കും അത്ഭുതകരം തന്നെയാണ്. സാഞ്ചിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചിന്തിച്ച് കുറ്റബോധത്തിൽ സാഞ്ചി കരയാനായിട്ട് തുടങ്ങും. അത് കണ്ട ക്യാരറ്റ് ആണെങ്കിൽ സാഞ്ചിയെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും നീ കാരണമല്ല പെട്രോ മരിച്ചത്. അവൻ ഈ മരണം അത് രണ്ട് കൈ നീട്ടി സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചതാണ്. അവൻ ഇങ്ങനെയൊരു സമയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങളോടുള്ള നന്ദി അതെങ്ങനെ കാണിക്കണമെന്നറിയാതെ ഞങ്ങൾ ഓരോരുത്തരും വീർപ്പ് മുട്ടുകയായിരുന്നു. ഞങ്ങളുടെ ഐലാൻഡിലുള്ള എല്ലാവരും വലിയൊരു പ്രതിസന്ധിയിലായിരുന്നപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. സോ അത്രയും വലിയൊരു സഹായം ചെയ്ത നിങ്ങളോട് വെറും ഒരു താങ്ക്സ് മാത്രം ഞങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ച് അവളങ്ങനെ പൊട്ടിക്കരയും. സാഞ്ചിയാണെങ്കിൽ നിസ്സഹായനായി അവളെ അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം, എന്ത് ആശ്വാസവാക്ക് അത് അവൾക്ക് നൽകണം എന്നറിയാതെ അവൻ അങ്ങനെ പകച്ചു നിൽക്കും. ഇവിടെ ക്യാരറ്റ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും പെട്രോയുടെ മരണം അത് അവൾക്കും താങ്ങാനാവുന്നില്ല. ആരുമില്ലായിരുന്നപ്പോൾ അവളുടെ കഴിവുകൾ കണ്ടെത്തി അവൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവളെ ഇത്രയും സ്ട്രോങ് ആക്കി മാറ്റിയത് പെട്രോ ആണ്. അവളുടെ മാസ്റ്ററാണ് പെട്രോ. സോ അദ്ദേഹത്തിന്റെ വേർപാട് അവളെ കൊണ്ട് ഒരിക്കലും അത്ര എളുപ്പത്തിൽ മറക്കാനോ നികത്താനോ കഴിയുന്നതല്ല. കട്ട് ചെയ്ത ബിഗ് മോം ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് അങ്ങനെ ചീറിപ്പായഞ്ഞു വരികയാണ്. അവരവിടുന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൾ വെറുതെ ഇരിക്കില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ തകർക്കണം എന്നൊരു ചിന്ത മാത്രമാണ് അവൾക്കിപ്പോൾ. അയർലാൻഡിലാണെങ്കിൽ ഫിഷ്മാൻ ടീമും ജർമ്മ 66ഉം രണ്ട് ടീമും ചേർന്ന് ബിഗ് മോമിന്റെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ പുട്ടിങ്. അവളാണെങ്കിൽ ആഞ്ചിയായിട്ടുണ്ടായിരുന്ന ഹാപ്പി മൊമെന്റ്സ് അതെല്ലാം ആലോചിക്കും. അവൾക്ക് പറ്റിയ തെറ്റ് അതോർത്ത് അവൾ കുറ്റബോധത്തിൽ തല താഴ്ത്തിയിരിക്കുകയാണ്. അവളെ കൊണ്ട് സാഞ്ചിയോടൊപ്പം പോവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവളുടെ സാഹചര്യം അതിപ്പോൾ അങ്ങനെയാണ്. ഇവിടെ ജിംബൈ ആണെങ്കിൽ വില്ലന്മാരുടെ ഓരോരോ കപ്പലിലേക്ക് ചാടി കയറി ആ കപ്പലുകൾ തകർക്കുകയാണ്. അതേസമയം പുട്ടിങ്ങിന്റെ മനസ്സിൽ ഇപ്പോഴും നമ്മുടെ ആൾക്കാരും സാഞ്ചിയും മാത്രമാണ്. ഇത്രയും കാലമായിട്ട് ബിഗ് മോം അവളെ പുട്ടിങ്ങിനെ ഒരു മകളായിട്ടെന്നല്ല ഒരു മനുഷ്യനായിട്ട് പോലും കരുതിയിട്ടില്ല. അവളുടെ വെറും ഒരു ഉപകരണമായിട്ട് മാത്രമാണ് പുട്ടിങ്ങിനെ കരുതിയത്. ബിഗ് മോം പോലും അവളുടെ മൂന്നാമത്തെ കണ്ണ് കണ്ട് അവളെ മോൺസ്റ്റർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവിടെയുള്ള എല്ലാവർക്കും അവളൊരു മോൺസ്റ്റർ ആയിരുന്നപ്പോൾ സാഞ്ചി അവന് മാത്രമാണ് അവളെ ഒരു സുന്ദരിയായിട്ട് കാണാൻ കഴിഞ്ഞത്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അത് തിരിച്ചറിഞ്ഞതും അവൾ സാഞ്ചിയുടെ പക്കൽ നിന്ന് തന്നെയാണ്. അവളാണെങ്കിൽ അവസാനമായിട്ട് സാഞ്ചിയെ ഹഗ് ചെയ്തത് അവനുമായിട്ടുള്ള മെമ്മറി അതെല്ലാം തന്നെ വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കും. അവളുടെ മനസ്സിലാണെങ്കിൽ എങ്ങനെയെങ്കിലും സാഞ്ചിയോടൊപ്പം എത്തണം എന്നൊരു ചിന്ത മാത്രമാണ്. അങ്ങനെ കുറ്റബോധത്തിലും സാഞ്ചിയെ കാണാനുള്ള ആഗ്രഹത്തിലും അവൾ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മോണ്ടോർ ആണെങ്കിൽ പരസ്പരമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന കടലിനടിയിലുള്ള ആ ഫിഷുകൾ അവറ്റകളെല്ലാം തന്നെ ബിഗ് മോമിന്റെ ഏരിയയുടെ ആ ബൗണ്ടറിയിൽ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു ബൗണ്ടറി കടന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ് കപ്പല് അത് പാസ് ചെയ്തു പോയ കാര്യം അവറ്റകൾ ഇപ്പോൾ കറക്റ്റായിട്ട് സിഗ്നൽ തന്നു കഴിഞ്ഞു. അത് കേട്ട് ടെൻഷനായിട്ടാണ് അവൻ പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രോ ഹാറ്റ് ടീം അവർ ബിഗ് മോമിന്റെ ടെറിട്ടറിയിലേക്ക് വന്ന് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ബിഗ് മോമിനെ തന്നെ വെല്ലുവിളിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ 4 എംപററിൽ ഒരാളായ ബിഗ് മോമിന് അത് വലിയ നാണക്കേടാണ്. എല്ലാവരും നാളെ അതായിരിക്കും കൊട്ടിഘോഷിക്കുക. അത്രയും വേഗം സ്ട്രോ ഹാറ്റ് ടീമിനെ അവരെ പിടിക്കാനും കൊന്നുകളയാനുമാണ് അവനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേസമയം വിൻസ്മോക്ക് ഫാമിലിയും സൺ പൈററ്റും ജിംബയും അവരെല്ലാവരും ഇപ്പൊ സ്ട്രോ ഹാറ്റ് ടീം അവര് മോമിന്റെ ടെറിട്ടറിയിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് എത്തിയ വിവരം അതറിയാണ്. ഇനി ഒന്നും നോക്കാനില്ല. അവരുടെ ലക്ഷ്യം അത് ബിഗ് മോമിനെയും
അവളുടെ ആൾക്കാരെ തകർക്കുക എന്നതല്ല, മറിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ അവിടുന്ന് സേഫായി പറഞ്ഞയക്കുക എന്നതാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓൾറെഡി അവിടുന്ന് സേഫ് ഡിസ്റ്റൻസിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഉഷാറായി ഇപ്പൊ പുറത്തേക്ക് ചാടി ഓടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ മിറർ വേൾഡ് കാണിക്കും. ബ്രൂലിക്കാണെങ്കിൽ അവളുടെ ചേട്ടൻ കട്ടകുറയെ കണ്ട് ഭയങ്കര സങ്കടം. കാരണം ചേട്ടൻ ഭയങ്കര പവറാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എപ്പോഴും പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു നടന്ന ബ്രൂലിക്ക് പോലും ഇപ്പൊ അവന്റെ അവസ്ഥ കണ്ട് ഒരുപാട് അപമാനം തോന്നും. അവളുടെ വാക്കും അവളുടെ കോൺഫിഡൻസും അതെല്ലാം തന്നെ ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണു. അതിന് കട്ടകുറിയാണെങ്കിൽ അവളോട് പറയും, ഞാനൊരിക്കലും പെർഫെക്റ്റ് ഒന്നും അല്ല, എൻ്റെ ഭാഗത്തും ഒരുപാട് ഇൻപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് കേട്ട് ബ്രൂലി ചിരിച്ച്, സത്യത്തിൽ അതെല്ലാം എനിക്കറിയാം, മിറർ വേൾഡിലൂടെ നിന്റെ സീക്രട്ട് ലൈഫ് അതെന്താണെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയതാണെന്ന് പറഞ്ഞ് അവൾ ചിരിക്കുകയാണ്. കട്ടുകുറിയാണെങ്കിൽ എപ്പോഴും പുറത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നടക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവൻ്റെതായ ഒറ്റയ്ക്കുള്ള പേഴ്സണൽ ടൈമിൽ അവൻ്റെ ഇൻപെർഫെക്ഷൻസ് അതിലാണ് അവൻ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ചെറുപ്പം മുതലേ എല്ലാവരും അവൻ്റെ ആ ഒരു മോൺസ്റ്റർ ഫേസിനെ കളിയാക്കിക്കൊണ്ടിരുന്നിരുന്നു. ആദ്യമൊക്കെ അവനത് കാര്യമാക്കി എടുത്തിരുന്നില്ല. പോകെ പോകെ പുറത്തുള്ളവരും ചുറ്റുമുള്ളവരും ഈ മോൺസ്റ്റർ ഫേസ് എന്നിങ്ങനെ ഒരുപാട് പേരുകളൊക്കെ വിളിച്ച് അവനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി കളിയാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. ഇന്ന് മനന്നൊന്താണ് നമ്മുടെ കട്ടകുറി. അവൻ്റെ ഫേസും ഇൻപെർഫെക്ഷൻസും ഒക്കെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഹൈഡ് ചെയ്ത് ജീവിച്ചത്. അവനാണെങ്കിൽ ആ വാശിയൊക്കെ തീർത്തത് ഡോണറ്റ്സ് കഴിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ബ്രൂലിയെ അവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റം പിള്ളേര് ഇടിച്ച് തകർത്തിട്ടത് അവൻ കാണുക. അവളാണെങ്കിൽ ചോരയൊക്കെ തുളുമ്പി അങ്ങനെ വീണ് കിടക്കുകയാണ്. കട്ടകുറിയെ കളിയാക്കിയ കുട്ടികളെ അവൻ ഇടിച്ചു. അവര് കട്ടകുറിയോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം അവന്റെ സിസ്റ്ററിനോട് അവരുടെ പ്രതികാരം ചെയ്തു. അത് കണ്ട് കലി കയറിയ നമ്മുടെ കട്ടകുറി അവനാണെങ്കിൽ അവളെ തല്ലിയ എല്ലാവരെയും അവന്റെ ട്രേഡിന് ഉപയോഗിച്ച് അച്ചറം പൊച്ചറം ആഞ്ഞു വെട്ടും. ബ്രൂലി ആണെങ്കിൽ അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. അന്നു മുതൽ കട്ടകുറിക്കും ബ്രൂലിക്കും ഇടയിൽ ഒരു പ്രത്യേക ബോണ്ടുണ്ട്. ബ്രൂലി ആണെങ്കിൽ കട്ടകുറിയുടെ പരിക്കുകളിൽ മരുന്ന് വെക്കുകയാണ്. മാത്രമല്ല ലൂഫിയൻ ടീം അവർ രക്ഷപ്പെട്ടു പോയ കാര്യവും അവൾ പറയും. കട്ടകുറിക്കാണെങ്കിൽ അതിൽ വലിയ ടെൻഷനൊന്നും ഇല്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് ജർമ്മ 66 ടീമും ജിംബയാൻ ടീമും അവരാണെങ്കിൽ ബിഗ് മോമിന്റെ ബൗണ്ടറിയുടെ സൗത്ത് സൈഡ് അതുവഴി രക്ഷപ്പെടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ അവളുടെ ഫോഴ്സ് വളരെ കുറവാണ്. അവർ രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുന്ന അതേ സമയം ബിഗ് മോം അവളാണെങ്കിൽ വമ്പ സ്പീഡിൽ അവിടേക്ക് പാഞ്ഞെത്തുകയാണ്. ബിഗ് മോമിന് കാണേണ്ട താമസം അവളുടെ ആൾക്കാര് ബിഗ് മോമിന്റെ പേരൊക്കെ വിളിച്ച് ഏറിയാണ്. ജിംബയ്ക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേ പറ്റൂ. കാരണം ലൂഫിക്ക് ജീവനോട് കൂടെ തിരികെ വരുമെന്ന് പ്രോമിസ് കൊടുത്തതാണ്. അതെന്ത് വില കൊടുത്തും എനിക്ക് പാലിക്കണം. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ വലിയൊരു അല ക്രിയേറ്റ് ചെയ്താണ് അവിടേക്ക് വരിക. എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് മുൻപോട്ടേക്ക് ജീവിക്കാൻ കഴിയും, അല്ലാത്തവര് നിൽക്കാനായിട്ട് തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവളുടെ ഫോഴ്സ് അത് മുഴുവൻ പുറത്തെടുക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. സാഞ്ചിയാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഫുഡ് ഞാൻ കുക്ക് ചെയ്ത് തരട്ടെ ചോദിക്കും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാര് അവര് ലഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ബരട്ടി റെസ്റ്റോറന്റ് കാണിക്കും. അവിടെ ഷെഫാണെങ്കിൽ ഭക്ഷണം ചോദിച്ചു വരുന്ന എല്ലാവർക്കും രുചികരമായിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. സാഞ്ചി അവന്റെ സ്ട്രോഹാ ടീമിനും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് അതങ്ങനെ റെഡിയാക്കി രണ്ടുപേരെയും ഒറ്റ ഫ്രെയിമിൽ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.